ഇവര് കാരണം കൈലാഷ് എന്തുമാത്രം ബുദ്ധിമുട്ടിയെന്ന് നിങ്ങൾ കണ്ടതല്ലേ? എന്നിട്ടും നിർത്ത്. പാർവതിയും പ്രിയനും ഇവിടെ തന്നെ ജോലി ചെയ്യും. ആരും അവരെ ജോലിയിൽ നിന്ന് പിരിച്ചുവിടാൻ പോകുന്നില്ല. സീതേ, നിന്റെ പേഴ്സണൽ പ്രശ്നങ്ങൾ ഇങ്ങോട്ട് വലിച്ചഴച്ചു കൊണ്ടുവന്ന് എന്റെ കമ്പനിയുടെ മാനം കളയരുത്. കർണാര സാർ, ഇനി മേലാൽ താൻ അടക്കം ഇവിടെ ജോലി ചെയ്യുന്ന ആരും പ്രിയനെയോ പാർവതിയെയോ കുറിച്ച് മോശമായി ഒന്നും സംസാരിച്ചു പോരുത്. പ്രിയനും പാർവതിക്കും വാക്കുകൊടുത്തത് ഞാനാ. അത് പാലിക്കപ്പെട്ടു എന്ന് ഉറപ്പുവരുത്തേണ്ടത് നിങ്ങളുടെ ഉത്തരവാദിത്വം. മനസ്സിലായോ? ശരി സാർ. Then what about you? Got it, uncle. നിങ്ങൾ ജോലി കയറിക്കോളൂ. വാ പോവാം. സീതേ, വരാനാ പറഞ്ഞത്. നിങ്ങൾ ആരും കാണാതെ അറിയാതെ എന്നെ സ്നേഹിച്ച ഗന്ധർവൻ പ്രിയൻ ചേട്ടനാ. പാറു പറഞ്ഞതെല്ലാം സത്യമാണ്. ഞാനും പാറുവും തമ്മില് ഇഷ്ടത്തില്. കൈലാഷ്, താഴെ എന്തൊക്കെ പ്രശ്നങ്ങളാ ഉണ്ടായതെന്ന് നിനക്കറിയോ? നീ എന്താ ഇവിടെ ഇത്ര കൂളായിട്ടിരിക്കുന്നേ? മുക്ത, ഇപ്പൊ നീ പറയുന്നത് കേൾക്കാൻ പറ്റിയ മാനസികാവസ്ഥയിലല്ല ഞാനുള്ളത്. കമ്പനി സംബന്ധമായ ഒന്നും ഇപ്പൊ എന്നോട് പറയരുത്. നീ തന്നെ എല്ലാം മാനേജ് ചെയ്യുക. ലീവ് മീ അലോൺ ഫോർ എ വൈൽ, ഓക്കെ? നീ ഇത്രയും ബുദ്ധിമുട്ടിലാകാൻ കാരണക്കാര് പാർവതിയും പ്രിയനുമല്ലേ? അവരെ ഈ കമ്പനിയിൽ എല്ലാ ദിവസവും കാണേണ്ടി വരുന്നത് നിനക്ക് എത്രമാത്രം ബുദ്ധിമുട്ടുണ്ടാക്കുമെന്ന് എനിക്കറിയായിരുന്നു. അതുകൊണ്ട് അവരെ ജോലിയിൽ നിന്ന് പിരിച്ചുവിടാൻ വേണ്ടതെല്ലാം ഞാൻ ചെയ്തതാ. പക്ഷേ കൃത്യസമയം നോക്കി അങ്കിള് വന്ന് അവർക്കെതിരെ നടപടികളൊന്നും എടുക്കണ്ടെന്ന് പറഞ്ഞ് ഞങ്ങളെ എല്ലാരെയും തടഞ്ഞു. നിന്നോട് ഇത്രയും വലിയ ചതി ചെയ്തിട്ടും അവർ ഒരു കുറ്റബോധവും ഇല്ലാതെ സന്തോഷത്തോടെ ജോലി ചെയ്യുക. എല്ലാവരുടെ മുന്നില് അവര് പ്രണയിച്ച് വിജയിച്ച നായികന്മാരും നീയോ അവരെ പിരിക്കാൻ ശ്രമിച്ച വില്ലനുമായി. അവരെ വെറുതെ വിടാൻ പാടില്ല കൈലാഷ്. നീ ഇപ്പൊ തന്നെ എന്റെ കൂടെ വന്ന് അവരെ കമ്പനിയിൽ നിന്നും പുറത്താക്കണം. അങ്ങനെ ചെയ്താ നിന്നെ ചതിക്കുന്നതിനെ കുറിച്ച് ഇനി ഒരാള് പോലും ചിന്തിക്കില്ല. കം കൈലാഷ്. അവരെന്നോട് കാണിച്ചത് വിശ്വാസവഞ്ചനയാ. എനിക്ക് അവരോട് നല്ല ദേഷ്യമുണ്ട്. പക്ഷേ അതിന് ഞാൻ എന്തിനാ അവരെ ജോലിയിൽ നിന്ന് പിരിച്ചുവിടുന്നത്? അത് എന്ത് ചോദ്യാ കൈലാഷ്? നിന്നെ ഇങ്ങനെ കാണുമ്പോ എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. എപ്പോഴും ചിരിച്ച് സന്തോഷത്തോടെ നടന്നിരുന്ന നിന്നെ ഈ അവസ്ഥയിലാക്കി ഇവരെ വെറുതെ വിടാൻ പറ്റൂ? അത് എന്റെ പേഴ്സണൽ പ്രശ്നമാണ്. കുറച്ച് അതിരുകടന്ന രീതിയിലാണെങ്കിലും ഞാൻ അതിന് അവരോട് പ്രതികരിച്ചു. ആ പ്രശ്നം അവിടെ വെച്ച് കഴിഞ്ഞു. ഇപ്പൊ ഞങ്ങൾ തമ്മിൽ ഒരു കണക്കും ബാക്കിയില്ല. ഞാൻ ഈ കമ്പനിയുടെ MD-യാ. അവരിവിടെയുള്ള സ്റ്റാഫ്സും. അത്രേ ഉള്ളൂ. എനിക്ക് അവരോടുള്ള വ്യക്തിപരമായ പ്രശ്നത്തിന് അവരെ പിരിച്ചുവിടുന്നത് ശരിയല്ല. അപ്പോ ഇതോടെ നിന്റെ ജീവിതത്തിൽ നിന്ന് പാർവതിയെ അകറ്റി നിർത്തൂ. പാർവതിക്കിപ്പോ നിന്റെ മനസ്സിൽ ഒരു സ്ഥാനവും ഇല്ലേ? എനിക്കതിന് സാധിക്കുമെന്ന് മുക്തയ്ക്ക് തോന്നുന്നുണ്ടോ? എന്തിനാ കൈലാഷ് നീ കരയുന്നേ? എനിക്ക് പറ്റുന്നില്ല മുക്തേ. എനിക്ക് ആരെ വിശ്വസിക്കണം, ആരെ സംശയിക്കണം എന്നൊന്നും മനസ്സിലാവുന്നില്ല. ഞാൻ പെട്ടെന്ന് ഒറ്റയ്ക്കായി പോയി. എനിക്ക് ആരും ഇല്ലാത്തതുപോലെ തോന്നുക. നീ എന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നേ? നിനക്ക് ആരുമില്ലെന്ന് ആരാ പറഞ്ഞേ? നിനക്ക് ഞാനുണ്ട്. ഡോണ്ട് വറി, ഐ ആം ദേർ ഫോർ യു.
നീ ഇനി ഒരിക്കലും കരയരുത്. എന്തൊക്കെ സംഭവിച്ചാലും നിന്റെ കൂടെ ഞാനുണ്ടാവും. നിന്നെക്കാൾ വലുതായി എനിക്ക് മറ്റൊന്നുമില്ല. യു ആർ എവറിത്തിങ് ഫോർ മീ. ഇത്രയും കാലം നീ എന്നെ അകറ്റി നിർത്തിയത് എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല മുക്ത. ഇപ്പം എനിക്ക് മനസ്സിലായി, കൈലാഷാണ് കാരണമെന്ന്. നിന്നെയും കല്യാണം കഴിച്ച് കമ്പനി നിയന്ത്രിക്കാമെന്ന് ഞാൻ കണക്കൂട്ടിയപ്പോൾ നീ ഈ കമ്പനി മുഴുവൻ കൈക്കലാക്കാനുള്ള പ്ലാൻ ഇടുമായിരുന്നല്ലേ. ഇതൊന്നും നടക്കാൻ ഞാൻ സമ്മതിക്കില്ല മുക്ത. ഇനി നിന്നെ ഞാൻ വേറെ രീതിയിൽ ഡീല് ചെയ്തോളാം. നീ കഴിക്കാൻ വരുന്നില്ലേ? എനിക്ക് വിശക്കുന്നില്ല. നീ എന്തിനാ ഇത്ര വിഷമിക്കുന്നത്? ജോലിക്ക് വന്നാൽ എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാവുമെന്ന് ഞാൻ നിന്നോട് പറഞ്ഞിരുന്നേല്ലേ? അതൊക്കെ നേരിടാൻ തയ്യാറായി തന്നെയല്ലേ നിങ്ങൾ രണ്ടുപേരും വന്നത്? പാറു, നീ നല്ല ബുദ്ധിയുള്ള കുട്ടിയാണെന്നാ ഞാൻ വിചാരിച്ചത്. കൈലാഷ് സാറിന് കല്യാണം കഴിച്ച് നീ ഈ കമ്പനിയുടെ മുതലാളിയാകുമെന്നാ ഞാൻ വിചാരിച്ചത്. പ്രിയന് വേണ്ടി നീ നല്ലൊരു ഭാവി വേണ്ടെന്ന് വെച്ചല്ലോടി. ആവശ്യമില്ലാത്ത കാര്യങ്ങളെ കുറിച്ച് വെറുതെ അഭിപ്രായം പറയാൻ നിൽക്കണ്ട. ഞാൻ ഉള്ളതല്ലേ പറഞ്ഞത്. പ്രിയൻ നല്ല പയ്യനൊക്കെ തന്നെയാ, പക്ഷേ മുതലാളിയൊന്നും അല്ലല്ലോ. അവക്ക് ബുദ്ധി ഉണ്ടായിരുന്നെങ്കിൽ കാശുള്ള ഒരു പയ്യനെ വേണ്ടെന്ന് വെക്കൂ. അപ്പൊ കാശാണ് ഏറ്റവും വലുതല്ലേ? പിന്നല്ലാതെ. എന്നാ നിശേഷി ഒരു കാര്യം ചെയ്യും, ഭർത്താവിനെ ഡിവോഴ്സ് ചെയ്തിട്ട് കരുണാകരൻ സാറിന്റെ കല്യാണം കഴിച്ചോ. കരുണാകരൻ സാറിന്റെ കയ്യിലെ ചേച്ചിയുടെ ഭർത്താവിനെക്കാട്ടും കാശുമുണ്ട്. ചേച്ചിക്ക് മാനേജർ പോസ്റ്റിലോട്ട് പ്രമോഷനും കിട്ടും. എടി, മര്യാദയ്ക്ക് സംസാരിച്ചോളണം. ഓ, ബാക്കിയുള്ളവരോട് മര്യാദയില്ലാതെ സംസാരിക്കുമ്പോ നിങ്ങക്ക് ഒരു കുഴപ്പമില്ല. ഞാൻ തിരിച്ച് അതേ നാണയത്തിൽ മറുപടി പറഞ്ഞപ്പോ കഷ്ടം തോന്നുന്നുണ്ടല്ലേ? പാറുവിനും അതുപോലെ തന്നെ വിഷമം തോന്നുമെന്ന് ആലോചിക്കാനുള്ള ബോധം നിങ്ങൾക്കില്ലേ? കിട്ടാനുള്ളതെല്ലാം കിട്ടി ബോധിച്ചെങ്കിൽ മിണ്ടാതെ അങ്ങ് പൊക്കൂടെ. എന്താടി ഇത്? ഇത്രയും മോശമായി സംസാരിക്കുന്നത് ശരിയാണോ? നിഷ പറഞ്ഞതിനുള്ള മറുപടി അവക്ക് കിട്ടിയത്. നീ വെറുതെ അവക്ക് വേണ്ടി സംസാരിക്കാൻ പോയി സൗന്ദര്യയുടെ വായിലിരിക്കുന്ന കേക്കണ്ട. എന്നോട് മര്യാദയ്ക്ക് സംസാരിച്ചില്ലെങ്കിൽ അടിച്ച് നിന്റെ മുഖം ഞാൻ തിരിക്കും. പിന്നെ നിങ്ങൾ അടിക്കാൻ വരുമ്പോ ഞാൻ കൈ കെട്ടി നോക്കി നിൽക്കുമല്ലോ. എടി, നീ എന്തിനാ വെറുതെ വടി കൊടുത്ത് അടി വാങ്ങുന്നേ?